ഇപ്പൊ വളർന്ന് 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 ഇത്രയും ഒരു ചേഞ്ച് ഒക്കെ ആരാ ആഗ്രഹിക്കാത്തതല്ലേ. അത് അടപടലും ഫ്ലോപ്പ് ആയതോടുകൂടി പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. രണ്ടും ഇട്ട് കഴിഞ്ഞ ശേഷം അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ അടുത്തത്. ഇതാണ് എന്റെ കൈയുടെ ഫൈനൽ ലുക്ക്. ഹലോ ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു എ റാൻഡം വ്ലോഗ് ഓഫ് മൈൻ, എ ഡേ അറ്റ് ഹോം. ഇന്നൊരു ഡേ ഓഫ് ആണ് കേട്ടോ. സോ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ചുമ്മാ വീട്ടിലിരുന്നപ്പോ ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. ഒരു റാൻഡം, ഇറ്റ്സ് ജസ്റ്റ് എ റാൻഡം വ്ലോഗ്. വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഇന്ന് പുറത്തൊന്നും പോകുന്നില്ല, പുറത്ത് നല്ല ചൂടൊക്കെ അല്ലേ. അപ്പൊ ഇപ്പൊ എന്തായാലും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്ലോഗാണ്, ചെറിയൊരു മേ ബി യു കെൻ കോൾ ഇറ്റ് എ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെയും പറയാം. കാരണം അത്രയും ഒന്നും കാണിക്കുന്നില്ല, എന്നാലും ഏകദേശം ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു വ്ലോഗായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദിസ് വ്ലോഗ്. കം ഓൺ ഗൈസ്, എന്റെ ഹെയർ ഇപ്പൊ വളർന്ന് 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 ഇത്രയും ആയിട്ടുണ്ട്. കുറച്ച് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 3 years ആയി ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ കട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇങ്ങനെ ലോങ് ഹെയർ ഇഷ്ടമായതുകൊണ്ട് വെച്ചതൊന്നുമല്ല, എനിക്കൊരു നല്ല സ്ഥലം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് കുറച്ച് നീളമുള്ളതുകൊണ്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാടാ. എനിക്ക് അങ്ങനെ എപ്പോഴും ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് പോകലായിരുന്നു പതിവ്. പിന്നെ ഈ ഇടയ്ക്കാണ് ഓരോ സ്റ്റൈലൊക്കെ ഹെയർ കെട്ടാൻ തുടങ്ങിയത്. ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ചേഞ്ച് ഒക്കെ ആരാ ആഗ്രഹിക്കാത്തതല്ലേ. നാട്ടിൽ പോകുമ്പോൾ സെറ്റ് ആക്കണം. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഏത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ടിവിയുടെ മുമ്പ് തന്നെ ഇരിക്കാറുള്ളൂ. അതെന്തോ അങ്ങനെ ഒരു ശീലാണ്. ഏത് മൂവി വെച്ചാലും ഞങ്ങൾ രണ്ടുപേരും എന്തേലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തേലൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. ചിലപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളോ എന്റെ ഫാർമസിയിൽ നടന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വാഷിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഹെയർ കെയറിലോട്ട് കടന്നു കേട്ടോ. ഇവിടെ വന്ന ശേഷമാണ് എന്റെ ഹെയർ നന്നായിട്ട് ലെങ്ത് ആയത്. നാട്ടിലായിരുന്നപ്പോഴും ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ എപ്പോഴും ഒരു ഷോർട്ട് ഹെയർ ആ ഒരു വൈബിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന ശേഷമാണ് ഇത്രയും ലെങ്ത്തില് ഇത്രയും ഡ്യൂറേഷൻ ഞാൻ ഹെയർ കൊണ്ടു നടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയും പോയി ഞാനത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാല് ഇഷ്ടപ്പെട്ട ഒരു സലൂൺ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാത്തത്. അല്ലാതെ എനിക്ക് ലോങ് ഹെയർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല. അർജു എന്നെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും, നീ എന്താ ഹെയർ കട്ട് ചെയ്യാത്തെ, നീ എന്താ കളർ ചെയ്യാത്തേന്ന് ചോദിച്ച്. ഒരു വട്ടം ഞാനിവിടുന്ന് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടപടലം ഫ്ലോപ്പ് ആയതോടുകൂടി ഞാൻ ഇവിടുത്തെ പരീക്ഷണങ്ങൾ അങ്ങ് തൽക്കാലം നിർത്തി. ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റാക്കാൻ. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹെയർ സെറാണേ. ഞാൻ കുറെ നാളായി കേട്ടോ ഈ ഒരു ഹെയർ സെറം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് നല്ല ചേഞ്ചസ് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഹെയർ ഫോളില് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളൊന്നും ഇല്ല, ചെറിയ മാറ്റങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ അർജു വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ലഞ്ചിന് എന്താ വേണ്ടത്, എന്താ കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. ഞാൻ 2 ടൈപ്പ് ഓഫ് സെറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് എന്റെ സ്കാൽപ്പിലും ഒന്ന് പിന്നെ ഹെയർ സ്ട്രാൻഡ്സിലും യൂസ് ചെയ്യുന്നതാണേ. അപ്പൊ സ്കാൽപ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഹെയർ സ്ട്രാൻഡ്സിൽ അപ്ലൈ ചെയ്യുന്ന ആ സെറം കൂടെ എടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അതാകുമ്പം കുറച്ച് നമ്മുടെ ഫ്രിസിനെസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണേ. അപ്പൊ പിന്നെ രണ്ടും ഇട്ട് കഴിഞ്ഞ ശേഷം ഹെയർ ഞാൻ കെട്ടിവെക്കും. രാവിലെ കുളിക്കുന്ന ശീലം ഇല്ലാത്തത് കൊണ്ട് ഈവനിങ് കുളിക്കുന്നോണ്ടാണ് കേട്ടോ ഇപ്പൊ എല്ലാം അപ്ലൈ ചെയ്തിടുന്നത്.
അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഹാൻഡ് സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. വീക്ക്ലി ഒരു വട്ടം ഞാൻ ഹാൻഡും ഫൂട്ടും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഐ മീൻ എല്ലാ ദിവസവും കെയർ ചെയ്യാറുണ്ട്. വീക്ക്ലി ഒരു ദിവസം അതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഫേസിന് കൊടുക്കുന്ന അതേ കെയർ എൻ്റെ ഹാൻഡിനും ഫൂട്ടിനും ഒരേപോലെ കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരാളെ കാണുമ്പോൾ അവരുടെ കാലാണ് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ അതറിയില്ല കേട്ടോ. 15 മിനിറ്റ് നേരം ഇതിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അതൊരു മാസ്ക് പോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴും മൂവി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വാഷൊക്കെ ചെയ്ത് ചെറുതായിട്ടൊരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് ഇടാറില്ല, കാരണം നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. എപ്പോഴും ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അധികവും എൻ്റെ നെയിലിനെ പ്ലെയിൻ ആക്കിയിട്ടാണ് ഇടാറ്. എപ്പോഴും ഇങ്ങനത്തെ വീക്കില് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഹാൻഡ് കെയർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഇടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ എടുത്തിടും, പിന്നെ വീട്ടിൽ വന്നിട്ട് വീണ്ടും റിമൂവ് ചെയ്യും. അതൊക്കെയാണ് കേട്ടോ എൻ്റെ പരിപാടികൾ. അങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ കൈയുടെ ഫൈനൽ ലുക്ക് കാണണ്ടേ? ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഈ കയ്യിൽ നെയിൽ പോളിഷ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, എന്നാലും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇടാറുണ്ട്. ഇതാണ് എൻ്റെ കൈയുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ഫേസിനൊക്കെ കെയർ കൊടുക്കുന്ന പോലെ നമ്മളെ കൈക്കും ഇടയ്ക്കൊക്കെ കെയർ കൊടുക്കണം. അതിനിടയിൽ ഞാൻ എൻ്റെ റിംഗ് ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു മൂവി കാണുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. 1-2 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് ഇത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ലഞ്ച് കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്കായി. ഇനി ഞങ്ങൾക്ക് അടിപൊളി ഫിഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആന ചവിട്ടി, ഞങ്ങളുടെ നാട്ടില് ആന ചവിട്ടി എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ അർജു അത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. ഞാൻ ചുമ്മാ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ച് ഇതവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചീരത്തോരനും ചെറുപയർ കറിയും റൈസും പിന്നെ നമ്മുടെ ആന ചവിട്ടി ഫിഷ് ഫ്രൈയും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഇത്. അങ്ങനെ അതൊക്കെ കൂട്ടി കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയും വെച്ചിട്ട് ഞങ്ങൾ ആസ്വദിച്ചങ്ങനെ ഫുഡ് കഴിച്ചു കേട്ടോ. അതും കഴിഞ്ഞ് പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ അർജു മാംഗോ വെച്ചൊരു സ്മൂത്തിയും ഞാൻ മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തും കഴിച്ചു കേട്ടോ. എനിക്ക് സ്മൂത്തി വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അർജു തന്നെ സ്മൂത്തി ആക്കിയിട്ട് കുടിച്ചു കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഈവനിങ് വാക്കിന് പോകണം. അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ അടുത്തത്. മൂവി കണ്ടു കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ മാംഗോയും കഴിച്ച് നേരെ ഇറങ്ങി. ഞങ്ങളൊന്ന് നടക്കാൻ വന്നെയാണ് കേട്ടോ. ഈവനിങ് ബീച്ചിലാണ് വന്നേക്കുന്നത്. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇവിടെ അധികം നടക്കാൻ വരാറുണ്ട്. സോ ബീച്ച് സൈഡില് ഇവിടെ ട്രാക്ക് ഉണ്ട് കേട്ടോ, അവിടെ വന്നേക്കാണ്. ഇപ്പൊ സമയം ഒരു 7:30 ആവും. ഇവിടെ ഇപ്പൊ ലേറ്റ് ആയിട്ടാ നൈറ്റ് ആവുന്നേ. അർജു ഫ്രണ്ടിൽ പോയി ഗൈസ്, ഞാൻ കുറച്ച് ബാക്കിലായി പോയി. ഞാൻ പതിയെ കുറച്ച് വീഡിയോ എടുത്തിട്ട് നടക്കുമായിരുന്നു. ഞങ്ങള് ഒരുപാട് ഡിസ്റ്റൻസ് നടക്കാറുണ്ട് കേട്ടോ. ഞാനൊരു പകുതിയാകുമ്പോൾ നിർത്തും, പക്ഷെ അർജു എന്നെക്കാട്ട് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാറുണ്ട്. ബീച്ചിന്റെ സൈഡിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്, റണ്ണിങ് ട്രാക്ക് ഉണ്ട്, വാക്കിംഗ് ട്രാക്കും ഉണ്ട് കേട്ടോ. എല്ലാ ട്രാക്കിലൂടെയും പോയിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 6 കിലോമീറ്റേഴ്സ് നടന്നെന്ന്. തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എന്താണെന്നറിയില്ല, തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ നടന്നിട്ടും എത്താത്തൊരവസ്ഥയാണ്. അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ. സോ ഗൈസ്, എന്താ പറയാൻ വന്നത്, ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിൽ എത്തി കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരുപാട് ദൂരം നടന്നു, ഒരു അറൌണ്ട് 6 കിലോമീറ്റേഴ്സ് നടന്നു തോന്നുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്തൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.